ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തണുത്തതൊക്കെ കഴിക്കാനൊക്കെ തോന്നും. ദാഹവുമാണ് ഭയങ്കര. ചൂട് സഹിക്കാനേ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും തണുത്തതൊക്കെ കഴിക്കാൻ തോന്നും. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സൊക്കെ അടിച്ച് കുടിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന് ഒരു കരിച്ചക്ക ജ്യൂസാണ് കാണിക്കുന്നത്. കരിച്ചക്ക ജ്യൂസ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ കൈതച്ചക്കേൻ്റെ ഇതൊക്കെ ജാറിലിട്ടു. ഇനി നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇടാം. ഞാൻ 4 സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ കുറച്ചധികം പാരുന്നുണ്ട്. പച്ചവെള്ളമാണ് ഞാൻ പാരുന്നത്. തണുത്ത വെള്ളം പാർന്നിട്ടുണ്ടെങ്കിൽ പഞ്ചസാര അലിയാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പച്ചവെള്ളമാണ് ഞാൻ പാരുന്നത്. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അരിക്കാതെയാണ് പലർക്കും ഇഷ്ടമുണ്ടാവുക. എനിക്ക് ഇങ്ങനെ അരിച്ചിട്ടാണ് ഇഷ്ടം. അരിച്ചിട്ട് ഇതിൻ്റെ സത്തിനാണ്, ഇതിൻ്റെ ചണ്ടിക്കാണ് ഭയങ്കര സത്ത് എന്ന് പറയാറുണ്ട്. ഞാൻ അരിച്ചിട്ടാണ് എടുക്കാറ്. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലങ്ങനെ ചണ്ടിയൊന്നുമില്ല, കുറവാണ്. നന്നായിട്ട് അരയ്ക്കുന്നതാണ് നല്ലത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ചൂട് കാലത്തൊക്കെ ഇതുപോലെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് എവിടെയെങ്കിലും പോയി വരുമ്പോൾ എടുത്ത് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും. ഇതാണ് നമ്മുടെ ജ്യൂസ്, കൈതച്ചക്ക ജ്യൂസ്. അപ്പോൾ കുടിക്കട്ടെ, കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.